നമസ്തേ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ടൗണിൽ നിന്ന് പോകാൻ ഇറങ്ങിയതാണ്. ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. എന്താണ് പർച്ചേസിങ്ങിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ, നാളെ മകളുടെ പിറന്നാളാണ്. ആ പിറന്നാളിന് വേണ്ടി ഭഗവതിക്ക് ഒരു സാരി എടുക്കാനാണ് ആദ്യം ഞങ്ങൾ കയറിയ സാമിയ സിൽസിലാണ്. സാമിയ സിൽസിൽ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടുത്തെ ഓരോ ചേച്ചിമാരും നമ്മളോട് ഭയങ്കര കാര്യമാണ്. അവരെല്ലാവരും അമ്പലത്തിൽ വരുന്നവരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. ഭഗവതിയുടെ സാരിക്കാണ് എന്ന്. സാരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താ ചോദിക്കും അവർ, ഭഗവതിക്കാണോ എന്ന് ചോദിക്കും. അങ്ങനെ ചേച്ചി ഓരോ സാരി എടുത്ത് കാണിച്ചു തന്നു. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി, അത് ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഉറപ്പിച്ചു. 2-3 സാരിയൊക്കെ കാണിച്ചപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ളൊരു സാരി ആ ചേച്ചി എടുത്തിട്ട് വന്നു. അത് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഈ സാരിയാണ് നമ്മൾ വാങ്ങിയത്. നാളെ രാവിലെ ഭഗവതിയെ ഈ സാരി ഉടുപ്പിക്കും. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് ഫാൻസിയിലേക്കാണ്. മോൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ്. മോളെപ്പോഴും പറയും ഇതൊന്ന് മേടിച്ച് തരുമെന്ന് ചോദിക്കും. അപ്പോൾ പിറന്നാളായതുകൊണ്ട് നാളെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ വാങ്ങി. 2-3 കാണിച്ചു തന്നു. അതിൽ നമ്മളൊരു ഭംഗിയുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇത് കിട്ടി. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അത് വാങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ നാളെ ക്രിസ്മസ് അല്ലേ വരുന്നത്, ക്രിസ്മസിൻ്റെ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പുൽക്കൂടും സ്റ്റാറും ഒക്കെ എടുത്തു. അപ്പോൾ അവർ ഓരോന്നിനെക്കുറിച്ച് എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനതൊക്കെ കേട്ടു. ശരി, ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഗിഫ്റ്റെല്ലാം വാങ്ങി, അത് പൊതിഞ്ഞ് തരുന്നതെല്ലാം വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗണപതിക്കും ശാസ്താവിനും ഉടയാട വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രീലക്ഷ്മി പൂജാ സ്റ്റോറിലാണ് പോയത്. അവിടെ വെച്ചപ്പോൾ അവിടെ അത് കിട്ടുള്ളൂ. ഇപ്പുറത്തെ നമ്മളെ തുണിക്കടയിൽ അത് കിട്ടില്ല. അപ്പോൾ അത് വാങ്ങി ഗണപതിക്കുള്ളത് ഉടയാട എടുത്തു, ശാസ്താവിൻ്റെ എടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറേ നേരം നമ്മളോട് സംസാരിച്ചു. കുറേ ദിവസമായി ഞാനവിടെ പോയിട്ട്. സാധാരണ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കും. അപ്പോഴേക്കും ഏകദേശം 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇന്ന് ശ്രീധറിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ശ്രീധറിൽ പോയി ഫുഡ് വാങ്ങി. ആ ഫുഡുമായിട്ട് വരുന്നു. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ പിറന്നാളിൻ്റെ വിശേഷവുമായിട്ട് ഞങ്ങൾ കാണാം. എല്ലാവർക്കും ബായ്, നമസ്തേ.